ബാറുടമയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നതോടെ ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും ബാർക്കോഴ വിവാദം ആളിക്കത്തുകയാണ്. ഒന്നാം ബാർക്കോഴയിൽ പൊള്ളിയത് ഇന്നത്തെ പ്രതിപക്ഷത്തിനാണെങ്കിൽ രണ്ടാം ആരോപണം നീളുന്നത് ഇന്ന് ഭരണത്തിലിരിക്കുന്ന അന്നത്തെ പ്രതിപക്ഷത്തിന് നേർക്കാണ്. നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ വിവാദം വരും ദിവസങ്ങളിലും ശക്തമാകും. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരള രാഷ്ട്രീയത്തെ പ്രകമ്പനം കൊള്ളിച്ചത് രണ്ട് വിവാദങ്ങളാണ്: ബാർക്കോഴയും സോളാറും. രണ്ടിലും അന്നത്തെ UDF സർക്കാരിന് പൊള്ളി. ബാർക്കോഴയിൽ തട്ടി KM മാണി വീണപ്പോൾ സോളാർ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ UDF-ന് വാരിക്കുഴി തന്നെ ഒരുക്കി. പിന്നെ ഒരിക്കലും അധികാര കസേരയിലേക്ക് UDF-ന് എത്താനായിട്ടില്ല. അന്ന് ബാർക്കോഴയിൽ സമരപരമ്പരകൾ തീർത്ത LDF-ന് പുതിയ കോഴ ആരോപണം ബൂമറാങ്ങായി. സർക്കാരിനെ വെട്ടിലാക്കാനുള്ള സകല ചേരുവകളും ഇതിൽ പ്രതിപക്ഷത്തിന് ലഭിക്കുന്നുണ്ട്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം മാത്രം 97 ബാർ ലൈസൻസുകൾ പുതുതായി അനുവദിച്ചതും ടെക്നോ പാർക്കുകളിൽ മദ്യശാല തുടങ്ങാനുള്ള നീക്കവുമൊക്കെ പുതിയ ആരോപണത്തോട് പ്രതിപക്ഷം ചേർത്തുവെക്കും. നിരപരാധിയായ KM മാണിയെ വേട്ടയാടിയതിനുള്ള ശിക്ഷയാണിതെന്ന പ്രചാരണവും കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു. മരിച്ചു മുകളിൽ നിൽക്കുന്ന മാണി സാറിന്റെ ആത്മാവ് ഇത് കാണുന്നുണ്ടാവും. ആ മനുഷ്യനെതിരായിട്ട് നിയമസഭയിലടക്കം വലിച്ചു കീറി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോലും വിടാതെ മാണി സാറിനെ വേട്ടയാടിയത് ഇത്തരമൊരു കേസിന്റെ പുറകിലായിരുന്നു. ഇവര് മാണി സാറിനെ വേട്ടയാടിയതിന്റെ പേരിലായിരുന്നു. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന്റെ വജ്രായുധമാവും പുതിയ ബാർക്കോഴ ആരോപണം എന്നത് ഉറപ്പ്. അതിനെ മറികടക്കാൻ സർക്കാരിന് മുന്നിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ഏക പോംവഴി. ഞാൻ ഇതുവരെ ഇവരെന്തുകൊണ്ടാണത് ആവശ്യപ്പെടാത്തതെന്ന് ആലോചിച്ചിരിക്കുന്നു. ബാക്കി പ്രതിപക്ഷം നിയമസഭ തുടങ്ങാൻ പോവാണല്ലോ, അവിടെ വെച്ച് കാണാം. പുറത്തുവന്ന ശബ്ദരേഖയെ അവഗണിച്ചാൽ അതും ആരോപണങ്ങൾ കടുപ്പിക്കും. മീഡിയ 1 തിരുവനന്തപുരം.